ഫിൻലാൻഡിലും പെന്തിക്കോസ്ത് സന്ദേശം എത്തിച്ചത് നോർവേക്കാരനായ തോമസ് ബോൾ ബാരറ്റാണ്. 1911 ഇവിടെ ബോൾ ബാരറ്റ് നടത്തിയ ഉണർവ്യോഗങ്ങളിൽ കൂടി പലർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിനും ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്നതിനും ഇടയായി. ഹെൽസിങ്കി സഭയുടെ പാസ്റ്ററും ഒരു മുൻ സാൽവേഷൻ ആർമി ഓഫീസറുമായിരുന്ന ഓൾസൻ സ്മിത്ത് ആത്മനിറവ് പ്രാപിച്ച് ഫിൻലാൻഡിലെ പെന്തിക്കോസ്ത് പ്രവർത്തനങ്ങളുടെ നേതൃത്വ നിരയിൽ വരുന്നതിനിടയായി. അതുപോലെ ഐനോ മന്നിനേൻ, നിലോവിനോയോ തുടങ്ങിയവരും ഫിൻലാൻഡിലെ പെന്തിക്കോസ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ഐനോ മന്നിനേൻ ഫിൻലാൻഡിലെ ഏറ്റവും വലിയ ലോക്കൽ സഭയായ ശാലേം സഭയുടെ പാസ്റ്ററുമായിരുന്നു. ഫിൻലാൻഡിലെ ദീർഘനാളുകൾ റഷ്യയുടെ അധീനതയിലായിരുന്നതിനാൽ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെയും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെയും എതിർപ്പുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും പെന്തിക്കോസ്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. സഭ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു.